സൂപ്പർ എന്ന് പറയുന്നു. അല്ല പിന്നെ അവിടെ വന്ന് എഴുതിയിട്ടേക്കോ എന്നെ ഇഷ്ടമല്ലെന്ന് പോലും. ഇഷ്ടമല്ലെങ്കിൽ എന്താ, ഇറങ്ങിപ്പോകണം. ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്തോ ഞാൻ എടുത്തങ്ങ് കളഞ്ഞു. അവര് വിചാരിക്കുന്ന അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോ ഞാൻ കിടന്ന് കുണി 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 എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേ കുണി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കീറിക്കൊണ്ട് നടക്കുമെന്നാ അവരുടെയൊക്കെ വിചാരം. നാഗയാരാ? ഒരാൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവരെ സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞു വിടുന്ന ആളാണ് നാഗ. അതാണ് നാഗ. ഗുരു നാഗ സൈഡിൽ ദേവി അങ്ങനെയുള്ള ആളാണ്. ഒന്നും കൂടി കരയൂന്ന്. അത്രയും കരഞ്ഞാൽ മതി. നീ അങ്ങനെ ഇപ്പൊ എന്റെ കരച്ചില് കണ്ട് സൂഹിക്കണ്ട. നാഗ മോശമായി പോയി. അവർ ആഗ്രഹിച്ചു വിളിച്ചല്ലേന്ന്. ഒരിക്കലുമല്ല. അവർക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല. ആ വിളിയിൽ ഒരാത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. എന്നോട് ആത്മാർത്ഥമായി ഇഷ്ടമുള്ളവർ എന്റെ അടുത്ത് വരുവോടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് ദാനധർമ്മമെങ്കിലും അയച്ചു തരും. അല്ലാതെ അവരെന്തുവാ, അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാല് ഈ ലൈവ് അവര് കാണുന്നുണ്ട്. ഒരു പക്ഷേ ആ ലൈവ് കണ്ടുകൊണ്ട് ഇരുന്ന് കൂട്ടം കൂടി ഇരുന്ന് അവർക്ക് ചിരിക്കാനും അത് കണ്ട് രസിക്കാനും ഒക്കെയാണ്. മനസ്സിലായോ? അതെന്താ എനിക്കറിയില്ലേ, ഞാൻ കിഴങ്ങെത്തിയാന്ന്. അങ്ങനെ ഇപ്പൊ എന്നെ വെച്ച് ഇങ്ങനെ ആരും ഉണ്ടാക്കണ്ട. നിങ്ങളൊന്നും വിചാരിക്കുന്ന ആളെയല്ല. എന്നോട് അടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്ഷമ വേണം. എന്നെ ഒന്ന് കൂട്ടുകൂടണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം. നിങ്ങൾക്ക് ക്ഷമ വേണം. നിങ്ങൾ അത്രത്തോളം എന്റെ കറക്റ്റ് എന്ന് എന്റെ അത്ര ലെവലിൽ എത്തുന്നവരോട് മാത്രമേ ഞാൻ മിണ്ടുള്ളൂ.